അമേരിക്കൻ സന്ദർശനത്തിനിടെ ഇന്ത്യക്കെതിരെ ആണവ ഭീഷണിയുമായി പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ. പാകിസ്ഥാന്റെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തിയാൽ ഇന്ത്യയെ ആണവ യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ മടിക്കില്ലെന്നായിരുന്നു മുനീറിന്റെ ഭീഷണി. തങ്ങൾ ഒരു ആണവ രാഷ്ട്രമാണെന്നും തങ്ങൾ ഇല്ലാതാകുമെന്ന് തോന്നിയാൽ ലോകത്തിന്റെ പകുതി ഭാഗത്തെയും തങ്ങൾ കൂടെ കൊണ്ടുപോകുമെന്നും അസീം മുനീർ പറഞ്ഞു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡിന്റെ സ്ഥാനമൊഴിയുന്ന കമാൻഡർ ജനറൽ മൈക്കിൾ കുർലയുടെ വിരമിക്കൽ ചടങ്ങിൽ പങ്കെടുക്കാൻ അമേരിക്കയിലെത്തിയതായിരുന്നു അസീം മുനീർ. സിന്ധു നദീജല കരാർ റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിനെതിരെയും അസം മുനീർ ഭീഷണി മുഴക്കി. ഇന്ത്യ സിന്ധു നദിയിൽ അണക്കെട്ട് പണിതാൽ നിർമ്മാണം പൂർത്തിയായ ശേഷം 10 മിസൈൽ ഉപയോഗിച്ച് അത് തകർക്കുമെന്നായിരുന്നു മുനീറിന്റെ ഭീഷണി. സിന്ധു നദി ഇന്ത്യക്കാരുടെ കുടുംബസ്വത്തല്ലെന്നും തങ്ങൾക്ക് മിസൈലുകൾക്ക് കുറവില്ലെന്നുമായിരുന്നു അസീം മുനീറിന്റെ വാക്കുകൾ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ ശേഷമായിരുന്നു ഈ ഭീഷണി. ട്രംപിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകണമെന്നും മുനീർ അഭിപ്രായപ്പെട്ടു. US-മായി പുതിയ ബന്ധം സ്ഥാപിച്ചതിന് ശേഷമാണ് ഇന്ത്യക്കെതിരായ അസീം മുനീറിന്റെ പ്രകോപനപരമായ ഈ പ്രസ്താവനകൾ. ഇന്ത്യൻ പ്രതിരോധ ശക്തിയുടെ പവർ മനസ്സിലാക്കിയ മുനീർ ഇതല്ല ഇതിനപ്പുറവും പറഞ്ഞേക്കാം. എന്തായാലും ട്രംപിന് ചേർന്ന കൂട്ടാളി തന്നെയാണ് അസീം മുനീർ.